ചക്കര കുട്ടികൾ പറഞ്ഞതുപോലെ ഒരു തുമ്പിയുടെ കഥ പറഞ്ഞു തരട്ടെ. ഈ തുമ്പിയുടെ കഥ നടക്കുന്നത് ഒരു കാട്ടിലാണ്. കാടെന്ന് പറഞ്ഞാൽ മുഴുവൻ മരങ്ങളും വലിയ മൃഗങ്ങളും മാത്രമുള്ള കാടല്ല. നിറയെ പുൽമേടുകളും തടാകങ്ങളും അരുവികളും ഒക്കെയുള്ള കാട്. വളരെ മനോഹരമായ കാടായിരുന്നു കേട്ടോ അത്. ഈ തുമ്പിക്ക് അച്ഛൻ തുമ്പിയെയും അമ്മ തുമ്പിയെയും വളരെ ഇഷ്ടമായിരുന്നു. എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് അച്ഛൻ തുമ്പിക്കും അമ്മ തുമ്പിക്കും ഓരോ ചക്കര ഉമ്മ കൊടുക്കുമായിരുന്നു. മാത്രമല്ല, അവരെ കെട്ടിപ്പിടിച്ചുറങ്ങി രാവിലെ എണീറ്റ് വരുമ്പോൾ ഗുഡ് മോർണിംഗ് പറയുമായിരുന്നു. അങ്ങനെ പോകുമ്പോഴാണ് കുഞ്ഞൻ തുമ്പിക്ക് ഒരു കാര്യം മനസ്സിലായത്. കളിക്കൂട്ടുകാരൊക്കെ ദൂരെയാണ്. അതുകൊണ്ട് തന്നെ തുമ്പി ദിവസവും അവിടം വരയ്ക്കും പറന്ന് ചെന്ന് അവരുടെ കൂടെ പല കളികളും കളിക്കുകയായിരുന്നു. ഒളിച്ച് കളിക്കുകയായിരുന്നു, പറന്ന് കളിക്കുകയായിരുന്നു. പിന്നെ ആമ്പലിൽ പോയിരുന്ന് വെയിൽ കൊള്ളുകയായിരുന്നു. പക്ഷെ ആമ്പലിൽ ഇരിക്കുമ്പോൾ ഒരു അപകടമുണ്ട്. എന്താണ് അപകടം? അവിടെ പൊക്രോൻ തവള നീളമുള്ള നാവ് കൊണ്ട് ഇര പിടിക്കുമായിരുന്നു. പുൽച്ചാടികളെ, തുമ്പികളെ, ചെറിയ മീനുകളെയൊക്കെ പൊക്രോൻ തവള നീളമുള്ള നാവ് കൊണ്ട് ഒട്ടിപ്പിടിക്കുന്ന നാവാണ് പൊക്രോൻ തവളയുടെ. അത് നീട്ടി അതിലെന്ത് പ്രാണി ഒട്ടുന്നോ അതിന് തിന്നുമായിരുന്നു. അപ്പോൾ ആമ്പലിലേക്കെല്ലാം പോയിരിക്കുന്നത് അപകടമാണെന്ന് അമ്മ പറയുമായിരുന്നു. എന്നിരുന്നാലും ചില സമയങ്ങളിൽ വികൃതിത്തരം കാണിക്കുമായിരുന്നു. ആര്? നമ്മുടെ തുമ്പിക്കുട്ടി. അങ്ങനെ തുമ്പിക്കുട്ടി നന്നായിട്ട് ഉറങ്ങുകയും നന്നായിട്ട് വെള്ളം കുടിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തുമ്പിക്ക് നല്ല തെളിച്ചവും ശക്തിയും ആരോഗ്യവും ഉണ്ടായിരുന്നു. ഒരിക്കൽ തുമ്പി വെള്ളം കുടിക്കുന്നതും അതേപോലെ രാത്രി ഉറങ്ങുന്നതും ഒക്കെ കുറഞ്ഞു. വളരെ ലേറ്റായിട്ടേ ഉറങ്ങുള്ളൂ. മാത്രമല്ല, വളരെ നേരത്തെ എണീക്കും. എന്നിട്ട് തൊട്ടടുത്ത വീട്ടിലെ ഫോണിലും ടി വിയിലൊക്കെ പോയി എത്തി നോക്കി. ഉറക്കത്തിൻ്റെ ക്വാളിറ്റി അങ്ങോട്ട് കുറഞ്ഞുപോയി. വെള്ളം കുടിയും കുറവ് തന്നെ. അപ്പോൾ കൂട്ടുകാരുടെ ഒപ്പം കളിക്കാൻ പോയ തുമ്പിക്കുട്ടി ഒരിക്കൽ കുറേ നേരം കളിച്ചു കഴിഞ്ഞപ്പോൾ ചിറകുകൾ മെല്ലെ മെല്ലെ ക്ഷീണിക്കാൻ തുടങ്ങി. അയ്യോ, എന്തു പറ്റി ചിറകുകൾ മെല്ലെ ക്ഷീണിക്കാൻ? മുമ്പ് നമ്മുടെ തുമ്പിക്കുട്ടൻ എത്ര പറന്നാലും എത്ര കളിച്ചാലും എത്ര പാട്ട് പാടിയാലും എത്ര ആടിയാലും ഒരു ക്ഷീണവുമില്ലാത്ത സുന്ദരക്കുട്ടനായിരുന്നു. ഇപ്പം പെട്ടെന്ന് ക്ഷീണവും പരവേശവും ഒക്കെ കണ്ടിട്ട് ആകെ കൂടി കൂട്ടുകാർ പേടിച്ചു. കൂട്ടുകാര് നോക്കി നിൽക്കേ തുമ്പിക്കുട്ടൻ എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കണമായിരുന്നു. തുമ്പിക്കുട്ടൻ മെല്ലെ മെല്ലെ വന്ന് ആ ആമ്പലിലിരുന്ന് റെസ്റ്റ് എടുക്കാൻ തുടങ്ങി. ആമ്പലിലിരുന്ന് കുറച്ച് വിശ്രമിക്കാമെന്ന് കരുതിയ തുമ്പിക്കുട്ടൻ കുറച്ച് ആമ്പലിലുള്ള കുറച്ച് വെള്ളം കുടിച്ചു. നല്ല ഇളം വെയിലുണ്ട്. പക്ഷെ തുമ്പിക്കുട്ടന് മനസ്സിലാവാത്തൊരു കാര്യം അവിടെ പതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. ഒരു അപകടം പതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. പൊക്രോൻ തവള പാറയുടെ പുറകിലിരുന്ന് മെല്ലെ പതിയെ 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 തുമ്പിക്കുട്ടനെ ലക്ഷ്യമാക്കി വരുന്നുണ്ടായിരുന്നു. തുമ്പിക്കുട്ടൻ അങ്ങനെയൊക്കെ ആണെങ്കിലും തുമ്പിക്കുട്ടൻ കണ്ണുകൾ തുറന്നിരുന്നു. പക്ഷെ പൊക്രോൻ തവളേനെ കാണുന്നില്ല. കൂട്ടുകാരായ തുമ്പികൾ പറന്ന് ചെന്ന് അമ്മോട് കാര്യം പറഞ്ഞു. അമ്മ തുമ്പി, അവൻ എവിടെ പോയിരിക്കുകയാണ്? തടാകത്തിൽ ആമ്പലിൻ്റെ ഇലയുടെ മേലെ വെയിൽ കായുകയാണ്. അമ്മ തുമ്പിയുടെ നെഞ്ചങ്ങ് കാളി. അമ്മ തുമ്പി പറന്നു വന്ന് ഉറക്കെ വിളിച്ചു, തുമ്പിക്കുട്ടാ, വേഗം പറന്നു പൊങ്ങൂ. തുമ്പിക്കുട്ടൻ അമ്മയുടെ ശബ്ദം കേട്ടതും പറന്നു പൊങ്ങി. അതേ സമയം നമ്മുടെ തവളച്ചാര് നാക്ക് നീട്ടി
നാക്ക് നീട്ടിയ തവളച്ചാരുടെ നാക്കിൽ തട്ടാതെ തുമ്പിക്കുട്ടൻ പറന്നകന്നു. അങ്ങനെ തുമ്പിക്കുട്ടൻ്റെ ജീവിതം രക്ഷപ്പെട്ടു. തുമ്പിക്കുട്ടൻ അമ്മ തുമ്പീനോടും അച്ഛൻ തുമ്പീനോടും പറഞ്ഞു, എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായി. ഞാൻ ധാരാളം വെള്ളം കുടിക്കുകയും നന്നായി ഉറങ്ങുകയും ചെയ്യാം. മാത്രമല്ല, അങ്ങനെ പോകരുതെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാതിരിക്കാൻ തുമ്പിക്കുട്ടൻ ഇനി ശ്രദ്ധിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞ് അമ്മയ്ക്കും അച്ഛനും 2 ചക്കര ഉമ്മ കൊടുത്ത് തുമ്പിക്കുട്ടൻ മെല്ലെ 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 വീട്ടിൽ പോയി ഉറങ്ങാൻ തുടങ്ങി. ഇന്നത്തെ കഥകൾ മക്കൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് അച്ഛനും അമ്മയ്ക്കും കെട്ടിപ്പിടിച്ച് ഗുഡ് നൈറ്റ് പറഞ്ഞ് ഒരു ടാറ്റ സ്റ്റോറി പാപ്പാക്ക് പറഞ്ഞു തരാമോ? ടാറ്റ പറഞ്ഞ് ഗുഡ് നൈറ്റ്.